ഇതാണ് നമ്മുടെ പിള്ളേർ. എല്ലാവരും രാവിലെയും ഭയങ്കര എനർജിയിലാണ് കേട്ടോ. ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ പോകും ഗൈസ്. ഇതായിട്ട് നമ്മൾ ഇവിടെയുള്ള പൈൻ ഫോറസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇടുക്കി ഡേ 2 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ NR എസ്റ്റേറ്റ്സ് ഇവിടെയാണ് പെർമിഷൻ എടുത്ത് കയറിയത്. ഞങ്ങളുടെ സ്റ്റേയിൻ്റെ അടുത്തായിട്ടുള്ള ഒരു എസ്റ്റേറ്റാണ്. വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഇവിടെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല, കുറച്ച് തേയിലും മലകളുമാണ് ഉള്ളത്. പക്ഷെ എന്തോ നമ്മുടെ നാട്ടിൽ ആ ഒരു വെയിലും ആ ഒരു ചൂടത്തു നിന്നൊക്കെ ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു സമാധാനം. പക്ഷേ വേനലായതുകൊണ്ട് വെള്ളമൊക്കെ കുറവാട്ടോ. പക്ഷേ നൈസ്, ഒരു ചെറിയ തണുത്ത കാറ്റൊക്കെ ആയിട്ട് കൊള്ളാം. രാഖി രാമായണം വണ്ടിയിൽ ഉലാത്തുന്നത് കൊണ്ട് തന്നെ നടന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കുന്നുണ്ട്. അയ്യോ, എല്ലാം നല്ല നല്ല സ്പോട്ടുകളായിരുന്നേ. അതുകൊണ്ട് തന്നെ ഓരോ സ്പോട്ട് കാണുമ്പോഴും ഇവിടെയൊക്കെ വെച്ച് ഞങ്ങൾക്ക് റീലെടുക്കാം എന്നുള്ളൊരു ഐഡിയയിലോട്ടായി പിന്നത്തെ പോക്ക്. രണ്ട് റോലായിട്ട് നിന്നാ മതിയില്ലേ? ഇങ്ങനെ നിൽക്കും, അവളെ ഇറക്കി കിട്ടും. നമ്മളിവിടെ നിങ്ങളിവിടെ നല്ല. അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി. അവിടെ താഴെയായിട്ട് ഒരു അരുവിയുണ്ട്. പക്ഷേ ഇപ്പം എന്തോ കുന്നിൻ്റെ മണ്ടയിൽ നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഞങ്ങൾ നടക്കുന്നത് എടുക്കണമെന്ന് പ്രത്യേകം എടുത്ത് പറയുന്ന അക്കുമ്മയാണ് ആ പോകുന്നത്. ഇതേ അവിടെ ആയിട്ടാണ് ഞങ്ങളുടെ സ്റ്റേ. ഇതേ ആ ഭാഗത്താണ് ഞങ്ങളുടെ സ്റ്റേ. ഞങ്ങൾ അവിടെ നിന്നാണ് ഇത്രയും ദൂരം നടന്നു വന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ വെള്ളമില്ലാത്ത അരുവി. പക്ഷേ വെള്ളം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നൈസായിരുന്നേ. മഴ പെയ്യുമ്പോഴൊക്കെ വന്നിരുന്നേ അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് വേഗം റൂമിലോട്ട് പോയേ. ഇതേ ആ കാണുന്നതാണ് നമ്മളിപ്പോൾ പോയ എസ്റ്റേറ്റ്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് റൂം വെക്കേറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് റെഡിയായി പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയേ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. പോയി തൊട്ടടുത്ത കടയിൽ നിന്ന് ചായയും കുടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ ഇവിടെ. തല ഇങ്ങനെ കെട്ടിയിരിക്കുന്നു, ക്യാപ്പും വെക്കാൻ പറ്റാം. അങ്ങനെ നമ്മളിപ്പോൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി എങ്ങോട്ടൊന്നുമില്ലാതെ ഇങ്ങനെ തെണ്ടി നടക്കുകയാണ്. അല്ല, നമ്മൾ പൈൻ ഫോറസ്റ്റിൽ പോകാൻ. ഓക്കെ നമ്മൾ പൈൻ ഫോറസ്റ്റിലാണ് പോകുന്നത്. ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ പോകും ഗൈസ്. അങ്ങനെ ഒരുപാട് നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള പൈൻ ഫോറസ്റ്റിലേക്ക് പോകാനുള്ള ബസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ടിക്കറ്റ് എടുത്ത് അടുത്ത ഡെസ്റ്റിനേഷൻ പൈൻ ഫോറസ്റ്റിലാണെന്നും പറഞ്ഞ് ഞങ്ങൾ വന്ന സ്ഥലമൊക്കെ ഒന്ന് ഓർമ്മകളൊക്കെ നയവിറക്കി ഞങ്ങൾ നേരെ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇവിടെയുള്ള പൈൻ ഫോറസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അടിപൊളിയല്ലേ? പിന്നത്തെ കൺഫ്യൂഷൻ ഇതായിരുന്നേ. 2 ദിവസത്തെ ട്രിപ്പിന് 5 കിലോ ബാഗും കൊണ്ടുപോയി. ഇനി അതും ചുമന്ന് ഈ പൈൻ ഫോറസ്റ്റ് ഫുള്ള് നടക്കണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ കൂടുതൽ ആലോചിച്ച് തല പുകയ്ക്കാനൊന്നും നിന്നില്ല. നേരെ പോയി 8 പേർക്കുള്ള ടിക്കറ്റ് എടുത്ത് തൊട്ടടുത്ത് തന്നെ ബാഗും വെച്ച് ഞങ്ങൾ കയറി. കൊള്ളാല്ലേ? നൈസ്. അതാണ് നമ്മുടെ അരുണേഷ് ചേട്ടായി. കിട്ടുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് സംസാരിക്കാം എന്നായിരിക്കും. അപ്പോൾ മുൻപ് പൈൻ ഫോറസ്റ്റിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത് അടിപൊളിയാട്ടാ. എന്തോ വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. ഒരാൾക്ക് 30 രൂപയായിരുന്നെന്ന് തോന്നുന്നു ടിക്കറ്റ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് അതോട്ട് കയറി. പക്ഷേ ഇച്ചിരി നടക്കാനുണ്ട്, ടാസ്ക്കാണ്. ഇത് നോക്കുക, അവിടെ ഒരു റോപ്പ് ഇട്ടിട്ടുണ്ട് കയറി പോകാനായിട്ട്. ഇതേ അവിടെ ഇരിക്കാനൊക്കെ ആയിട്ടൊരു സ്പോട്ടുണ്ട്. ദൈവമേ, എൻ്റെ തൊണ്ടയൊക്കെ അടിച്ചു പോയെന്ന് തോന്നുന്നു. എവിടെ പോയാലും സൊള്ളുന്ന ഒരാളെ എല്ലാവരുടെയും കൂട്ടത്തിൽ കാണും. ഇതാണ് നമ്മുടെ അരുണേഷ് ചേട്ടായി. അയ്യോ, അമ്മയാണ് കേട്ടോ, നമ്മളെ തെറ്റിദ്ധരിച്ചു.
ഓൾറെഡി നടന്ന് കയറാവുന്നതേ ഉള്ളൂ ഗൈസ്. പക്ഷെ ഇവരിതിന് എന്തോ ഭയങ്കരമായിട്ടുള്ള എന്തോ സാഹസികമായിട്ടാണ് ഇവർ കാണിക്കുന്നത്. കണ്ടില്ലേ? അയ്യോ എൻ്റെ അമ്മേ. അത്യാവശ്യം നല്ലൊരു സ്ലോപ്പായിട്ടുണ്ട്. റോപ്പിലൊന്നും പോകേണ്ട കാര്യമില്ല, പക്ഷെ എങ്ങാനും വഴുതി പോയാലോ, അതുകൊണ്ട് റോപ്പ് പിടിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടാ. നമ്മുടെ പൈൻ ഫോറസ്റ്റിൽ റോപ്പിലൊക്കെ പോകുന്നത്. അയ്യോ, എൻ്റെ വീഡിയോ എടുത്തു തരാൻ മാത്രം ഇവിടെ ആരും ഇല്ലല്ലോ. അയ്യോ, കൊള്ളാം, ഇഷ്ടായി. എന്നെ പിടിച്ചു കയറ്റാൻ ഇവിടെ ആരും ഇല്ലേ? ഒന്ന് വരോ, എന്നെ ഒന്ന് പിടിക്കൂ. ഓ നല്ല ആള്. നല്ല ആളെ തന്നെ കൊണ്ടുവന്നു. ഞാൻ ഇത്രയും വലിയ കുന്നതാണ്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. എല്ലാവരും നടന്നങ്ങ് പോയി. ഞാൻ മാത്രം ഇങ്ങനെ വാങ്ങി നോക്കി വീഡിയോസ് എടുത്ത് ഞാൻ നടക്കുവാണ്. അങ്ങനെ അനാമിക എവിടെ നിന്നോ കുറച്ച് പൈനൊക്കെ പറക്കി. ഇതാണ് കേട്ടോ പൈൻ. ഞാൻ ശരിക്കും വിചാരിച്ചത് ഇത് പൈൻ മരം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനൊരു സാധനം. ഇതാണോ പൈൻ? ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് പൈൻ കാണുന്നത്. കൊള്ളാം. അനാമിക, ഇതാ നിൻ്റെ പൈൻ. അങ്ങനെ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ ഈ സ്പോട്ടിൽ നിന്ന് എടുത്ത് തളർന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം അറൗണ്ട് ഒരു 11:30 ആയി കാണും. അപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോകണം. എന്തായാലും വൈകുന്നേരം ഒരു 7-8 മണിയാകുമ്പോഴെങ്കിലും വീട്ടിലെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അറിയാലോ, കൂട്ടുകാരെല്ലാവരും കൂടി ഒരു വൈബ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകാനൊക്കെ ഭയങ്കര താമസമാണ്. നോക്കാം. അങ്ങനെ കുറേ നേരത്തെ നമ്മുടെ അടിച്ചു പൊളിക്കലിന് ശേഷം ഈ വ്ളോഗ് തീരാറായിരിക്കുന്നു. ചേച്ചി ചെയ്തോ? മറന്നേക്ക്. അപ്പോൾ ഓക്കെ, പൈൻ ഫോറസ്റ്റ് ഒക്കെ ആസ്വദിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുവാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ കോട്ടയത്തു നിന്ന് നേരെ ട്രിവാൻഡ്രം, അങ്ങനെയാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇനി പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങണം. ബൈ ബൈ. ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചത്. ഒത്തിരി നാൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ കൂട്ടുകാരോടൊത്ത് ഇങ്ങനെയൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം എനിക്കുണ്ടായിരുന്നു. മാത്രമല്ല, ഈ ഒരു ബിസി ലൈഫിൽ നിന്ന് പെട്ടെന്ന് മാറി നിന്നപ്പോൾ എന്തോ ഭയങ്കര ഒരു സമാധാനം കിട്ടിയ പോലത്തെ ഒരു ഫീലായിരുന്നേ. അപ്പോൾ നമ്മുടെ ഇടുക്കി വ്ളോഗ്സ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വീഡിയോസായിട്ട് വരുന്നതാണ്. ബൈ ഫ്രം ട്രൂലി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കല്ലേ.